ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം യെശയ്യാ പ്രവചനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യെശയ്യാവ് 6-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം ഒരു പ്രവാചകന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച ദൈവിക വെളിപ്പാടിൻ്റെ കൂടെ അധ്യായമാണ്. ദർശനങ്ങൾ ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ്. വെളിപ്പാട് വെറും കാഴ്ചയല്ല, പിന്നെയോ കാഴ്ചപ്പാടുകൂടെയാണ്. ദൈവിക ഇടപെടലുകൾ എന്നത് മനുഷ്യൻ്റെ പങ്കാളിത്തവും പ്രതികരണവും ആവശ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് അനേകർ ജീവിതത്തിലെ പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളിലും ഉത്തരങ്ങൾ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നിടത്ത് ജീവിതത്തിന് പുതിയ ദിശയും പുതിയ ദൗത്യവും ലഭിക്കുന്നു എന്ന് ഈ വേദഭാഗത്തുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടുത്തെ വെളിപ്പാട് അഥവാ ദർശനം എന്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വെളിപ്പാട് വിനയത്തിലേക്ക് നയിക്കുന്നു. ദൈവിക വെളിപ്പാട് വിനയപ്പെടലിന് ഒരു മുഖാന്തരമാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ എന്ന പ്രതികരണം വിനയപ്പെടുത്തലിൻ്റെതാണ്. യാഥാർത്ഥ്യ ബോധവും തിരിച്ചറിവും നിറഞ്ഞതായിരുന്നു പ്രവാചകന്റെ പ്രതികരണം. ഇവിടെ ദൈവം മുമ്പാകെയുള്ള വിനയപ്പെടൽ ആ തിരിച്ചറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വന്തം ജീവിതത്തെക്കുറിച്ചും ജീവിത പരിസരങ്ങളെ പറ്റിയുമുള്ള ആഴത്തിലുള്ള ഒരു മനസ്സിലാക്കൽ ആയിരുന്നു. അത് പ്രവാചകനെ നിർമ്മലീകരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം മുമ്പാകെയുള്ള വിലാപവും തന്നെ വിലയിരുത്തുന്നതും വിനയപ്പെടുന്നതും മൂലം പുത്തൻ സാധ്യതകൾ തുറക്കുകയാണ്. അവിടെ തൻ്റെ ബലഹീനതകൾ തുറന്നു പറയുന്നതിലൂടെ ഒഴിവാക്കലല്ല, ചേർത്ത് നിർത്തലാണ് അവിടെ നടക്കുന്നത്. അതിലൂടെ ലഭിക്കുന്നത് ന്യായവിധിയല്ല, പിന്നെയോ നിർമ്മലീകരണവും കുറ്റപ്പെടുത്തലല്ല, കുറവ് തീർക്കലുമാണ് അവിടെ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ വിനയമുള്ളവരായി ദൈവമുമ്പാകെയും സമൂഹത്തിലും ജീവിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് വെളിപ്പാട് വിധേയത്വത്തിലേക്ക് നയിക്കുന്നു. ദൈവിക വെളിപ്പാട് ഒരു അന്വേഷണമാണ്. അതായത് ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നത് ദൈവത്തിൻ്റെ അന്വേഷണമാണ്. അതിനുള്ള പ്രവാചകന്റെ മറുപടിയോ അടിയനെ അയക്കണമേ. ഇത്തരത്തിലെ ആത്മസമർപ്പണം ഒരു വിധേയപ്പെടലാണ്. വിലപേശലും ഉപാധികളും ഒന്നുമില്ലാത്ത ഒരു വിധേയപ്പെടൽ. ദൈവിക വെളിപ്പാടിൽ എപ്പോഴും ഒരു ദൈവ വിളിയുണ്ട്. ഈ വിളിയോടുള്ള മറുപടിയാണ് വിധേയത്വം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ കൂടെ അഥവാ ഒരു വെളിപ്പാടകലെ ഉണ്ടായിരിക്കണമെന്ന് നാം എപ്പോഴും ആഗ്രഹിക്കും. എന്നാൽ സർവശക്തനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വെളിപ്പാടകലെ നാം ഉണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവശബ്ദം കേൾക്കുന്നവർ അവൻ്റെ ശബ്ദമാകുവാനായിട്ട് ഉള്ളവരാണ്. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ലോകത്തെ നിർമ്മലമാക്കേണ്ടവരാണ്. അങ്ങനെ ദൈവം നമുക്ക് നൽകിയ നിയോഗങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വെളിപ്പാടകലെങ്കിലും അവനെ അനുഗമിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വെളിപ്പാടും ദർശനവും ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ പുനർക്രമീകരിച്ച് വിനയത്തോടെ വിധേയത്വത്തോടെ തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.